നമസ്കാരം. ആദ്യമായി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇരിങ്ങോൾ കാവിലേക്കാണ്. ഇതൊരു കാവ് മാത്രമല്ല, ഒരു വലിയൊരു ഇക്കോസിസ്റ്റം കൂടിയാണ്. ഒരു 50 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാടാണ്. ഈ കാടിന് നടുക്ക് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രം എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് കല്ലിൽ ഗുഹാക്ഷേത്രം, പെരുമ്പാവൂരിൽ നിന്നൊരു 8 കിലോമീറ്ററോളം ദൂരെയാണ്. പാറക്കെട്ടുകളുടെ ഇടയിലൊരു ക്ഷേത്രം, അതും ഒരു ഭഗവതി ക്ഷേത്രം തന്നെയാണ്. ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും ഒരു പരസ്പര ബന്ധം കൂടിയുണ്ട്. പെരുമ്പാവൂർ നഗരത്തിൻ്റെ ഏതാണ്ട് 2 കിലോമീറ്റർ അടുപ്പിച്ച് ഇതുപോലൊരു വനപ്രദേശം എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. ഏതാണ്ട് 50 ഏക്കറോളം വരുന്നൊരു വനപ്രദേശമാണ് ഇവിടെ. അതിൻ്റെ ഒത്ത നടുക്കൊരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനും ഏതാണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഇത് ഒരു വനത്തിൻ്റെ നടുക്കുകൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പ്രതീതിയാണ് ആക്ച്വലി. അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ പക്ഷികളുടെയൊക്കെ ശബ്ദവും, പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിവിടെ വന്ന് ഓർക്കുന്നുണ്ട്, അന്ന് കുറച്ചും കൂടി നിബിഡമായ വനപ്രദേശമായിരുന്നു ഇവിടെ എല്ലാം. അതുപോലെ ഇഷ്ടംമാതിരി കുരങ്ങന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കുരങ്ങന്മാരൊന്നും ഒരു ഉപദ്രവകാരികളല്ല. നമ്മൾ നടന്നു പോകുമ്പോൾ ഈ വഴിയരികിലൊക്കെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ആരെയും ഒന്നും ഉപദ്രവിക്കില്ല, അല്ലെങ്കിൽ ഒന്നും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനൊന്നും. കാരണം അവർക്ക് ഈ വനത്തിൻ്റെ അകത്ത് തന്നെ അവരുടെ ഭക്ഷണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് കാരണം മനുഷ്യരെ അവർ ഉപദ്രവിക്കില്ലായിരുന്നു. അതൊക്കെ ഇന്നും എനിക്ക് എൻ്റെ ഒരു വിദൂരമായ ഓർമ്മയിലുണ്ട്. എൻ്റെ അച്ഛൻ്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് വെക്കേഷനെല്ലാം ഇവിടെ വന്ന് കുറേ ദിവസങ്ങൾ താമസിക്കും. അപ്പോൾ അന്ന് അച്ഛൻ്റെ കൂടെ ഞാനും എൻ്റെ ചേട്ടനും ഇരിങ്ങോൾക്കാവിൽ വന്നതും ഇവിടെ എല്ലാം കുറേ നേരം ചിലവഴിച്ചതൊക്കെ ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാടിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. താഴെ അട്ടയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക, ആ കിളികളുടെ കരച്ചിലും എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാനൊരു പ്രത്യേക അനുഭൂതിയാണ്. ഒരു തണുപ്പുണ്ട്. ഇപ്പോൾ വൈകിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി തണുപ്പ് വരുമെങ്കിലും പകൽ നല്ല ചൂടാണ്, മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്ക്. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? ഇതിനകത്ത് ശരിക്കും എനിക്ക് തോന്നുന്നു സൂര്യപ്രകാശം എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ കാടിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആക്ച്വലി ഈ ചിതൽപുറ്റുകൾ കണ്ട ഇതിൻ്റെ ഇടയിൽ ചിതൽപുറ്റ്, ചിതൽപുറ്റാണ് എന്നാ പാമ്പിൻ്റെ പുറ്റ് എന്നൊക്കെ പറയും അല്ലേ? പെരുമ്പാവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി
പണ്ട് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കേട്ടിരിക്കുന്ന പെരുമ്പാമ്പിന്റെ ഊര്, പെരുമ്പാമ്പുകളുടെ പെരുമ്പാവിന്റെ ഊര്, അതാണ് പെരുമ്പാവൂര്. പെരുമ്പാമ്പിന്റെ ഊരെന്നുള്ള ഇതിലാണ്. അന്ന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീട്ടില് തൊടികളിലൊക്കെ ഇറങ്ങുമ്പോൾ നിറയെ പാമ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് പാമ്പുകൾ. ഇപ്പൊ പിന്നെ ഈ നഗരവൽക്കരണമായല്ലോ എല്ലാ സ്ഥലത്തും. അതിനുശേഷം ഇപ്പൊ ആകെ എനിക്ക് തോന്നുന്നത് ഈ നഗരവൽക്കരണത്തിനിടയ്ക്ക് ഇപ്പോഴും ഒരു പച്ചപ്പ് കിടക്കുന്നത് ഇവിടെ എന്ന് തോന്നുന്നു, ഇരിങ്ങോൾ കാവിൽ. ഒരു ഫാമിലിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അര ദിവസത്തെ ഒരു ഔട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് അല്ലേ. പക്ഷെ ഹിന്ദു വിശ്വാസികളോ അല്ലാത്തവർ ആരായാലും ശരി, എനിക്ക് വേണം അമ്പലത്തിൽ കയറി തൊഴുന്നവർക്ക് തൊഴാം. അല്ലെങ്കിൽ ഈ കാടും ഇതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടുത്തെ ഒരു തണലിലിരുന്ന് കുറച്ച് നേരമൊക്കെ വിശ്രമിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലം. ഇനി നമ്മൾ വെറുതെ ദൂര സ്ഥലങ്ങളിൽ ഇങ്ങനെ ടൂറിസം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് ഇതുപോലെ നിറയെ ഹിഡൻ സ്പോട്ട്സ്. ഇതിൻ്റെ തൊട്ടടുത്താണ് കുറേ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട്. അവരുടെ ഈ കലബല സൗണ്ടാണ് ഈ കേൾക്കുന്നത്. കൊച്ചു കുട്ടികളാണ്. അത് നമ്മുടെ ആസ്പിരൻറ്റ് പബ്ലിക് സ്കൂളിൽ നിന്ന് എന്തോ പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അത് 3-4 ബസ്സുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ദിവസവും ടൂറിസ്റ്റുകൾ ഇഷ്ടംമാതിരി വരുന്നുണ്ട് ഈ പ്രദേശത്ത്. അത് എന്തിനു വേണ്ടിയാണ് ഫീൽഡ് ട്രിപ്പ്, സ്റ്റഡി ട്രിപ്പ്, ആസ്പയർ സ്കൂളിൽ നിന്ന് ബസ് കണ്ടു. രാവിലെ 5 മണിക്കും 11 കാലാകുമ്പോഴേക്കും ഉച്ചവഴിപാട് കഴിഞ്ഞിട്ട് അടയ്ക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്ക് തുറക്കും. അത് എത്ര മണി വരെ? 8 മണി വരെ. അത്താഴപൂജ കഴിഞ്ഞാൽ അടയ്ക്കും. ഇത് മേജർ അമ്പലമാണോ? തൃക്കാരമ്പലം, തൃക്കാരുടെ ഹെഡാണിത്, ഹെഡ് ഓഫീസാണ്. അപ്പൊ ദേവസ്വത്തിന്റെ അണ്ടർ? ദേവസ്വത്തിന്റെ. ശരി. ഏത് ദേവസ്വമാണ്? ഇതിന്റെ തൃക്കാര് ദേവസ്വം കൊച്ചിയിൽ ദേവസ്വം ബോർഡാണ്. അമ്മയ്ക്ക് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സുഗന്ധദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസനയുള്ള സാധനങ്ങളൊന്നും പാടില്ല. മുല്ലപ്പൂ ചൂടി അകത്ത് കയറാൻ പാടില്ല. മുല്ലപ്പൂ ചൂടി അകത്ത് കയറാൻ പാടില്ല. പിന്നെ നമ്മൾ എന്ത് വിചാരിച്ചാലും അമ്മ സാധിച്ചു തരും. കാരണം എന്ന് വെച്ചാൽ അമ്മ കല്യാണം കഴിച്ചതല്ല, നിത്യകന്യകയാണ്. കാലത്ത് സരസ്വതി, ഉച്ചയ്ക്ക് ദുർഗ, രാത്രി ഭദ്ര, ഭാവങ്ങൾ മാറിയാണ് അമ്മയുടെ. അതിനകത്തൊരു ചന്ദനമരം ഉണ്ട്. അത് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഒരു ആൾ വന്നൊരു കള്ളൻ, ഇത് വെട്ടാനായിട്ടൊരു കള്ളൻ വന്നൊരു ചന്ദനമരം കണ്ട് അതിൻ്റെ ഒരു പട്ട് കെട്ടിയിട്ട് പോയി. അടയാളം. ഇത്രയും മരം നിൽക്കുമ്പോൾ രാത്രി ഏതാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു പട്ട് കെട്ടിയിട്ട് പോയി. പട്ട് കെട്ടിപ്പോയി. രാത്രി അവർ വെട്ടാനായിട്ട് 2-3 പേര് വന്നപ്പോൾ ഈ കാട്ടിലുള്ള മരത്തിൻ്റെ മുകളിലൊക്കെ പട്ടുണ്ട്. അത് ശരി. അപ്പൊ ഏതാന്ന് വെച്ചാൽ കിട്ടുക. അപ്പൊ നടന്നില്ല, അവര് പോയി. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ച എന്ത് കാര്യമാണെന്ന് സാധിച്ചു കിട്ടും. എന്ത് വിചാരിച്ചാലും. അമ്മ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എത്രയോ ആൾക്കാർ വിവാഹം നടക്കാൻ വേണ്ടി താലി മേടിച്ചു വെക്കണു, പട്ട് മേടിച്ചു വെക്കണു, അതിന് വേണ്ടിയുള്ള കർമ്മം ഇതൊക്കെ ചെയ്യണു. എല്ലാം ചെയ്യും, എല്ലാം സാധിച്ചു. സന്താനഭാഗ്യത്തിന് തൊട്ടിൽ കെട്ടും. അങ്ങനെ പല കാര്യങ്ങളും സാധിക്കും. പിന്നെ ഇവിടുത്തെ വഴിപാട് വെച്ചാൽ ശർക്കര നേദ്യാണ്. ശർക്കര കൊണ്ടുള്ള ശർക്കര നേദ്യം, ശർക്കര കടും പായസം, എണ്ണ, ഇതൊക്കെയാണ് ഇവിടുത്തെ നേദ്യങ്ങൾ. പിന്നെ പൂജയ്ക്ക് എന്ന് വെച്ചാൽ തുളസി, താമര, പിന്നെ ചെത്തി, ഇത്രയേ ഉപയോഗിക്കുള്ളൂ. വേറെ ഒരു പൂക്കളും ഉപയോഗിക്കില്ല. പക്ഷേ അടുത്ത മാസമാണ് കാർത്തിക. തൃക്കാർത്തിക വൃശ്ചികമാസത്തിലാണ് അമ്മയുടെ. ഈ അടുത്ത മാസം തൃക്കാർത്തിക 4-ാം തീയതിയാണ് തൃക്കാർത്തിക. ഡിസംബർ 4. കാർത്തികയ്ക്ക് വരണ ഏതെല്ലാം നാട്ടിൽ നിന്നാണ് വരണേ? എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാർ. ഡിസംബർ 4 എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാർ വരും. കിടന്ന് മുളച്ച് വരുന്നു. ഇതൊക്കെ തന്നെ മുളച്ച് വന്നേക്കണ. തന്നെ മുളച്ച് വീണു, തന്നെത്താനെ വീണു പോകണം. വെച്ചാൽ അടിയിലേക്ക് വേരില്ല. തന്നെ മുളയ്ക്കണ കാരണം അങ്ങോട്ട് മുളച്ചങ്ങോട്ട് വന്ന കാരണം ഈ അടിയിലേക്ക് വേര് കുറവാണ്. മുകളിലാണ് വേരെല്ലാം. നട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ വേരില്ല. അപ്പോൾ അങ്ങനെ വീണ് പോകും. അങ്ങനെ അതായി പോകും. അതിൻ്റെ അനുസരിച്ച് വളർന്നു വന്നോളൂ. അമ്മയ്ക്ക് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൊടിമരം,
എല്ലാ വർഷവും കൊടിമരം വെക്കണം പൂരത്തിന്. കൊടിമരം വെക്കുന്നത് അടയ്ക്കാമരം. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണതാണ് നമുക്കിഷ്ടം. 4 പേര് കല്ലമ്പലം, പിന്നെ ആലപ്പാറ, ഇവിടെ അങ്ങനെ 3 ചേട്ടത്തിയനിയത്തിമാര്. കല്ലമ്പലം ഇവിടുത്തെ പ്രതിഷ്ഠയുടെ കേട്ടിട്ടില്ലേ? അവിടെ ഇതുപോലെ തന്നെ അമ്മ കല്ലിട്ട് ആടി വന്ന് കല്ല് മുകളിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഇവിടുന്ന് വരുന്നില്ല പറഞ്ഞ അമ്മ സ്ഥിരം അവിടെ ആക്കി. അപ്പൊ ആ കല്ലുകൊണ്ട് ഇപ്പോഴും വരണുണ്ട്. പക്ഷെ കുറെ പണിഞ്ഞെടുത്തിട്ടുണ്ട്. കല്ലിന്റെ ടച്ച് ചെയ്തിരിക്കണെന്ന് അറിയാൻ പറ്റില്ല അല്ലേ ഇപ്പോഴും? അതെ, അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ അമ്മ തൂപ്പൊടിച്ച തന്നെ അനീറ്റി തൂപ്പൊടിച്ച് വന്ന് തൂപ്പ് അവർ കളിച്ച് വന്ന് തൂപ്പൊടിച്ച് തൂപ്പ് കൊണ്ട് കുത്തി. അപ്പോൾ ഇരുന്ന് വാഴുന്നാണ് ഇതിനകത്ത്. ഇരിങ്ങോളെന്ന് പിന്നിട്ടതാണ്. ഇരുന്നോളെന്നാണോ അതിനെ? ഞാൻ ഇരുന്നോളാം. അതാണ് ഇരുന്നോൾ. പക്ഷെ അതിങ്ങനെ കൂട്ടി ഒരു ഇതും കൂടി കൂട്ടിയിട്ട് ഇരിങ്ങോളാക്കി. ഇതാണ് മെയിൻ പിറന്നാളാണ് അമ്മയുടെ. ഇപ്പോൾ അടുത്ത മാസത്തിൽ മെയിൻ പിറന്നാൾ. അത് ആന ഉണ്ടാവും. ഇവിടുത്തെ ഒരു ആന ഉണ്ടായിരുന്നു, ലക്ഷ്മിക്കുട്ടി എന്നും പറഞ്ഞു. വൃശ്യമാസത്തിലാണ് മെയിൻ കാർത്തിക. അതിന് ആനയുണ്ട്, കൊട്ടുണ്ട്, മേളമുണ്ട്. ഒരു പക്കമേളവും ആദ്യം സംഗീതം ഒരു 10, 80, 75 പേരുടെയൊക്കെ കൊട്ടുണ്ട്. വലിയ കേമായിട്ടാണ്. കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കണ്ടാണ് പോയത്. ഇരിങ്ങോൾക്കാവിൽ നിന്ന് മടങ്ങി ഞങ്ങൾ രണ്ടും ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയിട്ട്. അപ്പൊ അവിടെ കയറി ഓരോ ചായ കുടിച്ചു. നല്ല ചൂട് ചായ, നല്ല ചായയായിരുന്നു. ഈ നാടൻ ചായക്കടയിൽ നിന്ന് കുടിക്കുന്ന ചായക്ക് ഒരു പ്രത്യേക രുചിയാണ്. അത് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും നല്ല ആസ്വദിച്ച് തന്നെ അവിടെ കുറച്ചു നേരം ചെലവഴിച്ച് ആ ചായ കുടിച്ചു. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത്, ആ ക്ഷേത്രത്തിന്റെ അകത്ത് നിന്ന് ആ കാടിന്റെ അകത്ത് ചുറ്റിക്കറങ്ങിയതിന്റെ ഒക്കെ ആ ഒരു ക്ഷീണം ചായ കുടിച്ചപ്പോൾ തന്നെ മാറി. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കല്ലിൽ ഗുഹാക്ഷേത്രമാണ്, ഭഗവതി ക്ഷേത്രം. പെരുമ്പാവൂർ ടൗണിൽ നിന്നാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ ഇരിങ്ങോൾക്കാവിൽ നിന്നാണെങ്കിൽ ഒരു 7 കിലോമീറ്ററോളം ഉണ്ടാവും. ഇത് മുൻപ് കല്ലിൽ പിഷാരടി കുടുംബത്തിന്റെ ഉടമസ്ഥയിലായിരുന്നു ഈ ക്ഷേത്രം. ഇന്നിപ്പോ പിഷാരത്ത് ദേവസ്വത്തിന്റെ കീഴിലാണ്. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ശരിക്കും ഇത് അവരുടെ സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നായിട്ട് ആണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതിന്റെ 69 പടികൾ കയറിയാൽ ക്ഷേത്രത്തിലേക്ക് എത്തും. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇതിന്റെ വിസ്തീർണം ഏതാണ്ട് 28 ഏക്കർ ഉള്ള ഒരു കാട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ പാറയുടെ മുകളിൽ പണിത ഈ ക്ഷേത്രത്തിലെത്തുവാൻ 120 പടികൾ കയറണം. പാതകളായ ക്ഷേത്രത്തിലേക്കുള്ള കൽപ്പടവുകളാണ്. ഈ കാണുന്ന സ്റ്റെപ്പ് മുഴുവൻ കയറണം. ഇതിൻ്റെ മേളിലാണ് ക്ഷേത്രം.
ദാസന് നല്ല കൂളായിട്ട് കയറിപ്പോണ്ട്. എനിക്ക് പക്ഷെ അത് പറ്റില്ല കേട്ടോ. പല കാലമായിട്ട് വലിയ എക്സസൈസൊന്നുമില്ല. രാവിലെ കുറച്ച് നേരം നടക്കാൻ പോകും, അത് മാത്രമേ ഉള്ളൂ. അതൊന്നും പോരാന്ന് ഇത് കയറുമ്പോൾ മനസ്സിലാവും. ഒരാളിരിക്കണമെങ്കിൽ ഭണ്ണാരത്തിൻ്റെ മുകളിലാണല്ലോ കയറി കിടക്കുന്നത്. നടയടച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഏതാണ്ടൊരു 11:30 മണി സമയമാണ് പകൽ. ഇവിടെ രാവിലെ പൂജ കഴിഞ്ഞാൽ നടയടയ്ക്കും. ശ്രീകോവിലിൻ്റെ ചുറ്റും ഒന്ന് ചുറ്റിയിട്ട് വരാം. ഇതാണ് കല്ല്. ഈ കല്ലുകെട്ട് കല്ലുകൾ മാത്രമേ ഉള്ളൂ. അതാണ് കല്ലൻ ക്ഷേത്രം ഉള്ള പേര് തന്നെ വന്നത്. ഈ കാണുന്ന ഭീമാകാരനായ കല്ലിൻ്റെ അടിയിലാണ് ശ്രീകോവിൽ. അതുകൊണ്ടോ ഇതാണ് കല്ല്. അടയടച്ചു, കാരണം ഇനി അങ്ങോട്ട് പ്രവേശനമില്ല. പ്രത്യേകത ഈ കല്ല് എവിടെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. എവിടെയോ ടച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. താഴെ ഇരിക്കുന്നതെല്ലാം ചെറിയ ചെറിയ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നതാണ്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു ടച്ചിങ് പോയിൻ്റ് എവിടെയാണെന്നുള്ളത് ഇന്നും നിഗൂഢമാണ്. കോവിലിനും മേളിൽ കുറച്ച് പടിക്കെട്ടുണ്ട്. ആ പടിക്കെട്ട് കയറി വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണിത്.
ഞങ്ങൾ ചെന്നപ്പോൾ നട അടച്ചിരിക്കുകയായിരുന്നു. അത് കാരണം അകത്ത് ശ്രീകോവിലിനകത്ത് പ്രവേശനം. പിന്നെ ഞങ്ങൾ അതിൻ്റെ ചുറ്റുഭാഗത്തും എല്ലാം ഷൂട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ പുറകുവശത്തും ചില വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്, അവിടെയെല്ലാം പോയി. ഞങ്ങൾ അതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു മണിക്കൂറോളം ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലും എല്ലാം ചെലവഴിച്ചു. തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ല ദാഹം. അപ്പം ഈ ക്ഷേത്രത്തിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു കടയുണ്ട്. അപ്പം അവിടെ കയറി ഞങ്ങൾ നല്ല 2 ജ്യൂസ് മീൻസ് നാരങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് അൻസാരികളെല്ലാം ചേർത്തിട്ട് ഒരു എരിവും മധുരവും എല്ലാം കൂടി പുളിയും എല്ലാം കൂടി ചേർന്നിട്ടൊരു ജ്യൂസ്. അദ്ദേഹം നല്ല രുചിയായിരുന്നു ആ ജ്യൂസ് കുടിക്കാൻ. അപ്പം അത് കുടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ചുറ്റിക്കറങ്ങി എൻ്റെ ക്ഷീണം എല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കല്ലിലമ്പലം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് നമ്മുടെ ജയകുമാർ സാറിൻ്റെ വീട്ടിലേക്ക്. അതെ ജയകുമാർ സാറിൻ്റെ വീട്ടിലാണ് നമുക്ക് ഊണ്. ചെറുണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെ. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കറക്റ്റായിട്ട് ഞങ്ങൾ ആ വീടിൻ്റെ മുമ്പിലെത്തുമ്പോൾ തന്നെ അദ്ദേഹം ഗേറ്റിന് മുമ്പിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് പിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. ഒരു വാം വെൽക്കമിങ് ആയിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. ജയകുമാർ സാറിൻ്റെ വൈഫ് ഒരു നല്ല ചിത്രകാരിയാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. ലിവിങ് റൂമിൽ തന്നെ 2 നല്ല ചിത്രങ്ങൾ തൂക്കിയിട്ടുണ്ട്. നല്ലൊരു പ്രൊഫഷണൽ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ വിഭവസമൃദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഭക്ഷണം. അദ്ദേഹത്തിൻ്റെ വൈഫ് വളരെ കാര്യമായിട്ട് തന്നെ ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പം ഞങ്ങളവിടെ വളരെ ആസ്വദിച്ചാണ് ഞങ്ങൾ ആ 2 പേരും ഞങ്ങൾ ഒരുമിച്ച്, നമ്മുടെ ജയകുമാർ സാറും ഒപ്പം ഉണ്ടായിരുന്നു. വീടിന് മുകളിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് 2 ബെഡ്റൂമും വരാന്തയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ഇതുവരെ കണ്ടിട്ടില്ല. അത് കാരണം അദ്ദേഹം ഞങ്ങളെയും അതും കൊണ്ട് ഒരു ചെറിയൊരു ഹോം ടൂർ പോലെ അവിടെ അതും എല്ലാം കാണിച്ചു തന്നു. നല്ലൊരു വീട്, നല്ലൊരു എല്ലാ സൗകര്യങ്ങളും ഒത്തുചേർന്നൊരു വീട്. അപ്പം അതെല്ലാം കണ്ടു. പിന്നെ അദ്ദേഹമായിട്ട് പിന്നെയും കുറച്ചു നേരം സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വളരെ നന്ദിയോടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് യാത്ര പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. യാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ അങ്ങനെ യാത്ര വളരെ വിജയകരമായിട്ട് അവസാനിച്ചു.